എൻ്റെ വീട് വരെ പോവാട്ടോ. കുറേ ദിവസമായി വീട്ടിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട്. കാരണം വേറെ ഒന്നല്ല, നമ്മുടെ നോമ്പ് തുടങ്ങിയോണ്ട് തന്നെ മെനക്കും അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ എന്തായാലും ഇന്ന് എനിക്കൊരു അവസരം കിട്ടിയേക്കാണ് കേട്ടോ. കാരണം വേറെ ഒന്നല്ല, നമ്മുടെ ഷിനിക്കാക്ക് ഇന്ന് കടയിൽ വെച്ചിട്ടാട്ടോ നോമ്പ് തുറ ഉള്ളത്. അപ്പോൾ ഇന്ന് വീട്ടിലൊന്നും ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു ഇന്ന് വീട്ടിലൊന്നും ഉണ്ടാക്കണ്ടല്ലോ, അപ്പോൾ എനിക്ക് വീട് വരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാനും ഐനൂസ് ഇതേ റെഡിയായി ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. നമ്മുടെ ഐനൂസ് ഇന്ന് അംഗനവാടി പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം വീട്ടിലോട്ട് പോകുന്നതുകൊണ്ട് തന്നെ അവൾ അംഗനവാടിയിൽ വിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വരുന്ന വഴിക്ക് രണ്ട് കോലുമിഠായൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരെണ്ണം എൻ്റെ ആങ്ങളുടെ കൊച്ചിനും ഒരെണ്ണം അവൾക്കും ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് പറയാണ് ഓറഞ്ച് ഇരിക്കുകയാണ്, മഞ്ഞ അവൾക്കാണ് എന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ കുറേ നേരമായിട്ട് ഇന്ന് അവളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് മിഠായാണ്? കോഴി മിഠായോ? ഇതെന്ത് മിഠായാണ്? കോഴി മിഠായോ? ഓട്ടോ ഇറങ്ങി ഉടനെ തന്നെ നമ്മുടെ ബസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം ഓടിച്ചാടി അതിൽ കയറിയിട്ടുണ്ടായിരുന്നു. വിൻഡോ സീറ്റ് നോക്കിയിരുന്നാണ്, പക്ഷെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേഗം തന്നെ ബസ് ഇറങ്ങി ഞങ്ങൾ നേരെ ഓട്ടോ പിടിച്ച് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തിയപ്പോഴത്തേക്കും നമ്മുടെ ഐനൂസും വാപ്പയും കൂടെ കളിയായി. പിന്നെ ഞാൻ കുറേ നേരം കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ എനിക്ക് കുറേ നേരം കിടന്ന് ഉറങ്ങാം. കാരണം വേറെ ഒന്നല്ല, പിള്ളേരെ നോക്കാൻ ആൾക്കാരുണ്ട്. ഉമ്മ അല്ലെങ്കിൽ വാപ്പ ഉണ്ടാവും കേട്ടോ പിള്ളേരെ നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ നേരം കിടന്ന് ഉറങ്ങി എണീറ്റപ്പോഴത്തേക്കും വാപ്പ എൻ്റെ അടുത്ത് പറഞ്ഞു പഴം വാട്ടി തിന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ബാങ്കൊക്കെ കൊടുത്തപ്പോഴത്തേക്കും ഞാനെന്താ പഴമൊക്കെ കറികളൊക്കെ വാട്ടി തിന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ഉമ്മ വരാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐനൂസും വാപ്പയും കൂടെ ഉമ്മാനെ വിളിക്കാൻ വേണ്ടി പോയേക്കാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഉമ്മർത്ത് വന്നിരുന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ എനിക്ക് നല്ല കാറ്റാണ്. അത് മാത്രമല്ല പള്ളിയുണ്ട് കേട്ടോ അടുത്ത്. പള്ളിയിലാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ നമസ്കരിക്കാനൊക്കെ വരുന്ന ബഹളവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നല്ല രസമാണ് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് നേരം ഇരുന്നതിനപ്പോഴത്തേക്കും നമ്മുടെ ഉമ്മയും വാപ്പയും കൊച്ചൊക്കെ കൂടി വന്നിട്ടുണ്ടായിരുന്നേ. നമ്മുടെ ഐനൂസ് ആണെങ്കിൽ ചെറുതായിട്ട് വാപ്പാനോട് പിണങ്ങിയിട്ടാട്ടോ വരുന്നത്. അതിൻ്റെ ഒരു ഭാവം മുഖത്ത് കാണാനുണ്ട്. പിന്നെ വേഗം തന്നെ ചെരുപ്പ് ഊരിയിട്ട് ഉമ്മയുടെ കയ്യിലിരിക്കുന്ന പൊതി നോക്കാനായിട്ട് അവൾ ഓടുന്നത്. കാരണം ഉമ്മയുടെ കയ്യിൽ നോമ്പ് തുറക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് നോമ്പ് തുറക്കാനുള്ള കടികളും കാര്യങ്ങളൊക്കെ ഉമ്മ കൊണ്ടുവരും. അങ്ങനത്തെ നമ്മുടെ ഉമ്മടയിൽ അതുപോലെ പാത്രത്തിൽ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കല്ലുമ്മക്കായ, ചട്ടിപ്പത്തിരി, പേരക്ക, ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ കല്ലുമ്മക്കായ ആദ്യമായിട്ട് കഴിക്കാം. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉമ്മ എനിക്ക് തുറന്ന് എടുത്ത് തരാണ് കേട്ടോ. എനിക്ക് വീഡിയോ എടുക്കുമെന്ന് തന്നെ തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ചട്ടിപ്പത്തിരി എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അത് ടേസ്റ്റ് നോക്കി. പിന്നെ കല്ലുമ്മക്കായ ടേസ്റ്റ് നോക്കി. അതുപോലെ തന്നെ നമ്മുടെ പയർ റോസ്റ്റും കൂടെ ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് കൂടുതൽ പയർ റോസ്റ്റ് കഴിക്കാനാണ്. പയർ റോസ്റ്റ്, ഉന്നക്കായ, അതുപോലെ തന്നെ ഇപ്പോൾ മുട്ടപ്പത്തിരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കാനായിട്ട് കൂടുതൽ ഇഷ്ടം. അങ്ങനെ ഞാൻ എന്താ വേഗം ഒരു പയർ റോസ്റ്റ് എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ഐനൂസ് ഒറ്റക്ക് മാറിയിരുന്ന് ചട്ടിപ്പത്തിരിയൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അവൾ എല്ലാവരുടെയും പിണങ്ങിക്കഴിഞ്ഞാൽ ഒറ്റക്ക് മാറിയിരുന്ന് കഴിക്കും. പിന്നെ ഞാൻ കുറച്ച് ഫ്രൂട്ട്സും കൂടെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മാങ്ങയും പേരൊക്കെ ഈത്തപ്പഴമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും ഉമ്മ മൈദപ്പൊടി കുഴച്ചിട്ടുണ്ട്. കടലക്കറിക്കൊക്കെ ഉള്ളത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും നമ്മൾ ഐനൂസ് പിണങ്ങിയപ്പോഴത്തേക്കും അവളെ മാമ വന്നവൾ സോപ്പ് ഇടട്ടപ്പത്തിലൊന്നും